നമസ്കാരം. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളിൽ 3 പേർക്ക് അതീവ രഹസ്യമായി ശിക്ഷാ ഇളവ് നൽകി മോചിപ്പിക്കാനുള്ള സർക്കാർ നീക്കം പൊളിഞ്ഞു. പ്രതികളെ വിട്ടയക്കില്ലെന്ന് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ അറിയിച്ചു. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധം പ്രശ്നം അവസാനിപ്പിക്കാനാണ് ഇപ്പോൾ ജയിൽ വകുപ്പിന്റെ നീക്കം. വാർത്തയുണ്ടാക്കിയ പൊതുവികാരം സർക്കാരും തിരിച്ചറിഞ്ഞു. അതിനിടെ ജയിൽ സൂപ്രണ്ട് അയച്ച കത്ത് ചോർന്നതിൽ അന്വേഷണം നടത്തുന്നത് സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. ടി.പി. വധക്കേസിലെ പ്രതികൾക്ക് 20 വർഷം വരെ ശിക്ഷാ ഇളവ് പാടില്ല എന്ന ഹൈക്കോടതി ഉത്തരവ് കണ്ണൂർ ജയിൽ സൂപ്രണ്ട് പരിശോധിച്ചിട്ടുണ്ടാകില്ല എന്നും ചട്ടപ്രകാരമുള്ള പട്ടിക തയ്യാറാക്കിയപ്പോൾ ഉൾപ്പെട്ടതാകാമെന്നും തുടർ പരിശോധനകളിൽ അവർ ഒഴിവാക്കപ്പെടുമെന്നുമാണ് ജയിൽ മേധാവി ഇപ്പോൾ പറയുന്നത്. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ജയിലിൽ ഒരു നിശ്ചിത കാലപരിധി കഴിഞ്ഞവരെ വിട്ടയക്കാമെന്ന് രാജ്യവ്യാപകമായി ചില ആലോചനകളും പദ്ധതികളുമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഇത്തവണയും വിട്ടയക്കാൻ പറ്റുന്നവരുടെ പട്ടിക തയ്യാറാക്കാൻ ജയിൽ സൂപ്രണ്ടുമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതിൽ ഒരു മാനദണ്ഡം 10 വർഷം ശിക്ഷ അനുഭവിച്ചവരുടെ പട്ടിക തയ്യാറാക്കാനായിരുന്നു. അതിന് അനുസരിച്ചുള്ള പട്ടികയാണ് കണ്ണൂർ ജയിൽ സൂപ്രണ്ട് നൽകിയത്. അങ്ങനെയാവാം ടി.പി. കേസ് പ്രതികളായ ടി.കെ. രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത് എന്നിവർ ഉൾപ്പെട്ടത് എന്നും ജയിൽ ഡി.ജി.പി പറഞ്ഞു. ടി.പി. കേസ് പ്രതികൾക്ക് 20 വർഷം വരെ ശിക്ഷാ ഇളവ് നൽകരുത് എന്ന ഉത്തരവ് ജയിൽ സൂപ്രണ്ടിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകില്ല. ഇനി പട്ടികയിൽ ഉൾപ്പെട്ടാൽ പോലും ജയിൽ ആസ്ഥാനത്തെ അന്തിമ പട്ടികയിൽ അവരുടെ പേര് ഉൾപ്പെടില്ലെന്നും ജയിൽ മേധാവി പറയുന്നു. ഫലത്തിൽ ആ നീക്കം പൊളിയുകയാണ്. ശിക്ഷാ ഇളവ് സംബന്ധിച്ച് പോലീസിനോട് പ്രതികളുടെ റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന കണ്ണൂർ ജയിൽ സൂപ്രണ്ടിന്റെ കത്താണ് പുറത്തുവന്നത്. ഈ സാഹചര്യത്തിലാണ് ശിക്ഷാ ഇളവ് നീക്കം വിവാദമായത്. ഇത് 2ാം വട്ടമാണ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം സർക്കാർ പാതിവഴിയിൽ ഉപേക്ഷിക്കുന്നത്. ആദ്യ തവണ കൊടിസുനിക്ക് പോലും ശിക്ഷാ ഇളവ് നൽകാൻ നീക്കമുണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് പിന്നാലെയാണ് ജയിൽ സൂപ്രണ്ടിന്റെ നടപടി. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറോടാണ് ജയിൽ സൂപ്രണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. 2022 സർക്കാർ ഉത്തരവ് പ്രകാരം 3 പ്രതികളെ വിട്ടയക്കാനുള്ള പ്രാഥമിക ആലോചനയുണ്ടെന്നും അതിനാൽ ഇവരെക്കുറിച്ച് അന്വേഷണം ആവശ്യമുണ്ടെന്നും ജൂൺ 13 അയച്ചിരിക്കുന്ന കത്തിൽ പറയുന്നു. ഈ പ്രതികളുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഇവരുടെ കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവരുണ്ടെങ്കിൽ അവരോടും അന്വേഷണം നടത്തി എത്രയും വേഗം റിപ്പോർട്ട് നൽകാനും കത്തിൽ ആവശ്യപ്പെടുന്നു. അതീവ രഹസ്യമായിട്ടാണ് ജയിൽ സൂപ്രണ്ട് നടപടികൾ എടുത്തത്. എന്നിട്ടും കത്ത് ചോർന്നത് ഇതിന് പിന്നിൽ നിന്നവരെ ഞെട്ടിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അന്വേഷണം നടന്നേക്കും. സർക്കാർ പ്രതികൾക്ക് എപ്പോഴും സഹായം നൽകിയിരുന്നു എന്ന് ടി.പി. ചന്ദ്രശേഖരന്റെ വിധവ കെ.കെ. രമ എം.എൽ.എ. പ്രതികരിച്ചിരുന്നു. പ്രതികൾക്ക് വഴിവിട്ട് പരോൾ നൽകാനും ജയിലിൽ ഫോൺ ഉപയോഗിക്കാനും വേണ്ട എല്ലാ സൗകര്യങ്ങളും നൽകാനുമൊക്കെ സർക്കാർ മുൻകൈയെടുത്തിരുന്നു. പ്രതികളുടെ കൂടെയാണ് സർക്കാരെന്ന് വീണ്ടും വീണ്ടും സ്ഥാപിക്കുകയാണ് കോടതി അലക്ഷ്യമാണിത്. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നായിരുന്നു കെ.കെ. രമ എം.എൽ.എയുടെ വാക്കുകൾ. ഇതുകൂടി മനസ്സിലാക്കിയാണ് ജയിൽ മേധാവി അടിയന്തര വിശദീകരണവുമായി എത്തുന്നത്. ഫലത്തിൽ ടി.കെ. രജീഷിനും അണ്ണൻ സജിത്തിനും മുഹമ്മദ് ഷാഫിക്കും മോചനം സാധ്യമാകില്ല. ഈ മാസം ടി.പി. കേസ് പ്രതികളായ മനോജ്, മുഹമ്മദ് ഷാഫി, സിനോജ്, സിജിത്ത്, രജീഷ് എന്നിവർക്ക് പരോളും നൽകിയിരുന്നു. പ്രതികളായ എം.സി. അനൂപ്, കിർമാണി മനോജ്, കൊടിസുനി, ടി.കെ. രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത്, കെ. ഷിനോജ്, കെ.സി. രാമചന്ദ്രൻ, ട്രൗസർ മനോജൻ, CPM പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി.കെ. കുഞ്ഞനന്ദൻ, റഫീഖ് എന്നിവരുടെ ജീവപര്യന്തം തടവും മറ്റൊരു പ്രതിയായ പ്രദീപന് 3 വർഷം കഠിന തടവുമാണ് 2014 വിചാരണ കോടതി വിധിച്ചത്. പി.കെ. കുഞ്ഞനന്ദൻ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരുന്നതിനിടയിൽ മരിച്ചു. 2012 മെയ് 4 രാത്രി 10 മണിക്കായിരുന്നു CPM വിട്ട് RMP സ്ഥാപിച്ച ടി.പി. ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടത്. വടകര വള്ളിക്കാട് വെച്ച് ഇന്നോവ കാറിൽ പിന്തുടർന്ന് എത്തിയ കൊലയാളി സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തി അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു.